ഒരു വിദ്യാർത്ഥിയെ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ശരീരമാസകലം കുത്തിവരഞ്ഞു മുറിവാക്കുന്നു. വേദന കൂട്ടാനായി ആ മുറിവിൽ ലോഷൻ ഒഴിക്കുന്നു. രഹസ്യഭാഗത്ത് ഇരുമ്പിന്റെ ഡംബിൾസ് കയറ്റിവെക്കുന്നു. വേദനയോടെ ആർത്തു കരയുന്ന വിദ്യാർത്ഥിയുടെ ശബ്ദം കേട്ട് സഹപാഠികൾ ചിരിച്ചാസ്വദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഏതോ സിനിമയുടെ തിരക്കഥയാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തെറ്റി. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിക്ക് നേരെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് നടത്തിയ റാഗിങ്ങിന്റെ രൂപമാണിത്. എന്തൊക്കെയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നത്? ഒരാഴ്ച മുന്നേ 15 വയസ്സുകാരന്റെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് മറ്റൊരു സംഭവം പുറത്തു വരുന്നത്. ഈ പ്രതികളാണല്ലോ നാളെ ആതുര സേവന മേഖലകളിൽ നഴ്സുമാരായി നമ്മെ സേവിക്കാൻ പുറത്തു വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഉള്ളു പിടയാണ്. ക്യാമ്പസുകളിലേക്ക് കടന്നു വരുന്ന പുതുവിദ്യാർത്ഥികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന റാഗിങ്ങുകൾക്ക് പലയിടത്തും സ്ഥാപനങ്ങൾ തന്നെ ലൈസൻസ് കൊടുക്കാറുണ്ടോ? അനാചാരങ്ങളെ പ്രതിരോധിക്കാൻ പഠനത്തിന് വരുന്നവർ ഏതോ നൂറ്റാണ്ടിൽ തുടങ്ങിയ പുതു വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന അനാചാര വിനോദനത്തിനെതിരെ പ്രതികരിച്ച് കാണാറില്ല. ഇപ്പോഴും സാക്ഷരതയിൽ മുന്നിലാണെന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ സംസ്കാരവും ധാർമ്മികതയും പഠിക്കാൻ മുതിരുന്നില്ല എന്നതാണ് സത്യം. പുതുതായി കടന്നു വരുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾ കരുണ കാണിക്കണം. മൂത്തവനെ ആദരിക്കാത്തവനും ചെറിയവനോട് കരുണ കാണിക്കാത്തവനും നമ്മിൽ പെട്ടവനല്ലെന്ന് മുത്തുനബി തങ്ങൾ തന്നെ പറഞ്ഞതായി കാണാം. ലൈസ മിന്നാ മൻ ലം യുഖിരിൽ കബീറ വയർഹമിസ് സഗീറ. ഇനിയും എത്ര വിദ്യാർത്ഥികൾ സഹിക്കണം ഇത്തരം പീഡനങ്ങൾ? നിലവിലെ കേസിൽ പിടിക്കപ്പെട്ട പ്രതികൾക്ക് ഒരു രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും പുറത്തു വരാൻ അനുവദിക്കരുത്. അർഹിച്ച ശിക്ഷ കൊടുത്താലേ വിദ്യാർത്ഥികൾക്കും കുടുംബത്തിനും ഈ നാടിനും നീതി ലഭിക്കുകയുള്ളൂ.